ദ്രൗപദി ഒരിക്കലും അടിമയല്ലെന്ന് വികർണൻ സഭയിൽ പറഞ്ഞതിനെ എല്ലാവരും അനുകൂലിക്കുകയും ദുര്യോധനന് എതിരായി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതും കണ്ട് കർണൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറയുന്നു: വികർണ, നീ എന്താണ് ഈ പറയുന്നത്? ബാലനായ നീയാണോ ഇതിൽ വിധി കൽപ്പിക്കുവാൻ പോകുന്നത്? ദുര്യോധന മഹാരാജാവിന്റെ അനുജനല്ലേ നീ? എന്നിട്ടും നിനക്ക് ഇത്രയും ബോധമില്ലാതെയായത് എങ്ങനെയാണ്? എന്റെ സർവസ്വവും പണയം വെച്ചിരിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അതിൽ ദ്രൗപദിയും ഉൾപ്പെടില്ലേ? യുധിഷ്ഠിരൻ വാക്കാൽ പറഞ്ഞതും മറ്റു പാണ്ഡവർ അത് അംഗീകരിച്ചതുമാണ്. പിന്നെ നീ എന്തിനാണ് മറിച്ച് വിചാരിക്കുന്നത്? അതുകൊണ്ട് വിഡ്ഢിയായ വികർണൻ പറയുന്നതൊന്നും ദുശാസന നീ കാര്യമാക്കേണ്ടതില്ല. പാണ്ഡവരും ദ്രൗപദിയുമെല്ലാം നമ്മുടെ അടിമകൾ തന്നെയാണ്. അടിമകൾ നമ്മുടെ മുന്നിൽ വസ്ത്രങ്ങൾ ധരിച്ച് ഞെളിഞ്ഞു നിൽക്കേണ്ടവരൊന്നുമല്ല. അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങുക. പാണ്ഡവർ തങ്ങളുടെ ഉത്തരീയം താഴെ വെച്ച് നിലത്തിരുന്നു. ദ്രൗപദി തന്റെ ദയനീയ സ്ഥിതിയോർത്ത് ദുഃഖിച്ചു നിൽക്കുന്നു. കരുത്തന്മാരായ തന്റെ 5 ഭർത്താക്കന്മാർ പക്ഷേ തന്നെ ഒരു തരത്തിലും സഹായിക്കുവാൻ കഴിയാതെ ഇതാ അടിമകളായി ഈ രാജ്യസഭയിൽ തല താഴ്ത്തി നിൽക്കുന്നു. ദ്രൗപദിയുടെ മനസ്സ് വേദന കൊണ്ട് തകർന്നു. കർണന്റെ നിർദ്ദേശമനുസരിച്ച് ദ്രൗപദി വസ്ത്രം അഴിച്ചു വയ്ക്കുന്നില്ലെന്ന് കണ്ട് അരീശം പൂണ്ട ദുശാസനൻ ദ്രൗപദി ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചെടുക്കുവാൻ വസ്ത്രത്തിന്റെ തുമ്പത്ത് പിടികൂടി. അത് കണ്ട് സദസ്യരെല്ലാം അരുത് അരുത് എന്ന് വിലക്കിയിട്ടും ദുശാസനൻ ഒരു മടിയും കൂടാതെ ദ്രൗപദിയുടെ വസ്ത്രം ബലമായി അഴിക്കുവാൻ തുടങ്ങി. ഈ ദയനീയ രംഗം കണ്ട് സദസ്സിലുള്ളവർ മുഴുവൻ ഒന്നും പറയാതെ സ്തംഭിച്ചിരിക്കുന്നു. ദ്രൗപദി അപമാനം കൊണ്ട് തകർന്നു. ഒടുവിൽ ദ്രൗപദി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുന്നു. ദ്രൗപദി ഹൃദയം നൊന്തു വിലപിച്ചു: ഭഗവാനെ കൃഷ്ണ, എന്നെ രക്ഷിക്കണേ. ഈ സഭാമധ്യത്തിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെടുന്നു. എൻ്റെ 5 ഭർത്താക്കന്മാർ അടിമകളായി കൽപ്രതിമകളെ പോലെ ഇതാ നിൽക്കുന്നു. കൃഷ്ണ, അങ്ങല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയമില്ല. എന്നെ കാത്തുകൊള്ളണേ കൃഷ്ണ. ഈ അപമാനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ആലംബമില്ലാത്തവരുടെ പ്രാർത്ഥന കൃഷ്ണൻ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണൻ ദ്രൗപദിയെ രക്ഷിക്കുക തന്നെ ചെയ്തു. ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ മറ്റൊരു വസ്ത്രം അതേ സ്ഥാനത്ത്, അതഴിക്കുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ അവസാനമില്ലാതെ വസ്ത്രങ്ങൾ ദ്രൗപദിയുടെ ശരീരത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ദുശാസനന് വാശിയും ദേഷ്യവും കൂടി. ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ അഴിക്കും തോറും ദ്രൗപദിയുടെ ശരീരത്ത് വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ. ഈ അത്ഭുത കാഴ്ച കണ്ട് സദസ്യരെല്ലാം അത്ഭുത സ്തബ്ധരായി ഇരിക്കുന്നു. ദുശാസനൻ എത്ര വസ്ത്രങ്ങൾ അഴിച്ചിട്ടും വസ്ത്രങ്ങൾ തീരുന്നില്ല. വളരെയധികം വസ്ത്രങ്ങൾ ആ സഭയിൽ കുന്നുകൂടി. ഒടുവിൽ ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് ദുശാസനന്റെ കൈകൾ കുഴഞ്ഞു. ലോകത്തിൽ ഇത്തരമൊരു അത്ഭുതം സംഭവിച്ചിട്ടേയില്ല. സഭാതലം ആകെ ആഹ്ലാദ ശബ്ദം മുഴങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപ കൊണ്ടാണ് ഈ അത്ഭുതം സംഭവിച്ചതെന്ന് ഭീഷ്മർക്കും ദ്രോണർക്കുമെല്ലാം മനസ്സിലായി. അവരെല്ലാം കൃഷ്ണനെ കൈകൂപ്പി സ്തുതിച്ചു. ദുഷ്ടനായ ദുശാസനന്റെ ഈ ദുഷ്പ്രവൃത്തികൾ കണ്ട് ഭീമസേനൻ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു, ശപഥം ചെയ്തു: പാപിയും ദുർബുദ്ധിയുമായ ഈ ദുശാസനന്റെ മാർത്തടം പിളർന്ന് ആ രക്തം ഞാൻ കുടിക്കും. ഭീമന്റെ ഇടിമുഴക്കം പോലുള്ള ശപഥം ആ സഭയിലാകെ മാറ്റൊലിക്കൊണ്ടു. ഈ രംഗങ്ങൾക്ക് സാക്ഷിയായ എല്ലാവരും ധൃതരാഷ്ട്രരെയും പുത്രന്മാരെയും പറ്റി ദുഃഖത്തോടെ സംസാരിച്ചു. സദസ്സിൽ ആകെ ഒരു ബഹളമായി. അപ്പോൾ വിതുരൻ എഴുന്നേറ്റ് ശബ്ദമുയർത്തി സംസാരിച്ചു. ദ്രൗപദിയുടെ ചോദ്യങ്ങൾക്ക് ആരും മറുപടി പറയുന്നില്ല. വികർണൻ മാത്രം അവന്റെ ബുദ്ധിക്കനുസരിച്ച് ഉത്തരം പറഞ്ഞു. ശോകാർത്തയായ ഒരു സ്ത്രീ സഭയെ ആശ്രയിക്കുമ്പോൾ അവളെ ആശ്വസിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. വിതുരൻ ഇപ്രകാരം പറഞ്ഞിട്ടും കൗരവരെ ഭയന്ന് ആരും ഒന്നും സംസാരിച്ചില്ല. ഉടനെ കർണൻ വിളിച്ചു പറഞ്ഞു: ദുശാസന, അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. എന്തെങ്കിലും ജോലി ചെയ്യട്ടെ. ഇത് കേട്ട് ദ്രൗപദി ഭയന്നു. അപമാനത്തിന്റെ നൊമ്പരത്തോടെ ദ്രൗപദി ആ സഭയിൽ നിന്ന് ചോദിക്കുന്നു: അല്ലയോ രാജാക്കന്മാരെ, നിങ്ങൾ കാണുന്നില്ലേ ഈ നീചന്മാർ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ ദാസിയാണോ? കൗരവ സദസ്സിൽ ധർമ്മം നശിച്ചു പോയോ? ദ്രൗപദിയുടെ ഈ വാക്കുകൾ കേട്ട് ഭീഷ്മർ പറഞ്ഞു: ദ്രൗപദി, നിന്റെ ഭർത്താക്കന്മാർ എത്ര വലിയ ദുഃഖത്തിലും ധർമ്മം വെടിയുന്നില്ല. നീയും ഇത്രയും ആപത്തുകൾ സംഭവിച്ചിട്ടും ധർമ്മം വെടിയുന്നില്ല. ഞങ്ങളെല്ലാവരും ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങൾ പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. അധികം വൈകാതെ ഈ കൗരവ വംശം വെന്തു വെണ്ണീറാകുവാൻ പോവുകയാണ്. ദ്രൗപദി ദാസിയോ അല്ലയോ എന്ന് പറയുവാൻ യുധിഷ്ഠിരന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു നിർത്തി. ഭീഷ്മരുടെ ഈ വാക്കുകൾ കേട്ട് ദുര്യോധനൻ പറഞ്ഞു: എടി ദ്രൗപദി, നിന്റെ ചോദ്യത്തിന് ഭീമനോ അർജുനനോ നകുലനോ സഹദേവനോ മറുപടി പറയട്ടെ. യുധിഷ്ഠിരൻ ഞങ്ങളുടെ നാഥനല്ലെന്ന് സമ്മതിച്ചാൽ ഞാൻ നിന്നെ മോചിപ്പിക്കാം. ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട ഭീമൻ പറഞ്ഞു: മഹാനായ യുധിഷ്ഠിരൻ ഞങ്ങളുടെ കുലത്തിന്റെ ഗുരുവാണ്. അദ്ദേഹം ഞങ്ങളുടെ നാഥനല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചതൊന്നും ഞാൻ പൊറുക്കില്ലായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടതായി ചിന്തിച്ചാൽ ഞങ്ങളും പരാജയപ്പെട്ടത് തന്നെ. ഞാൻ അദ്ദേഹത്തിന് അധീനനായതുകൊണ്ടാണ്
ദ്രൗപദിയുടെ മുടി ചുറ്റിപ്പിടിച്ചവൻ ഇപ്പോഴും ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. ജ്യേഷ്ഠൻ അനുവാദം നൽകുകയാണെങ്കിൽ കൗരവരെ മുഴുവൻ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ ചതച്ചരച്ചു കളയും, അത് തീർച്ച. കർണൻ വീണ്ടും ഭീഷ്മരെയും ദ്രോണരെയും വിതുരനെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് രാജാക്കന്മാരെല്ലാം മൗനമായി ഇരിക്കുകയാണ് ചെയ്തത്. ദുര്യോധനൻ യുധിഷ്ഠിരനെ പരിഹസിച്ച് സംസാരിച്ചതിനു ശേഷം ദ്രൗപദിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നീക്കി ഇടത്തെ തുട കാണിച്ചുകൊണ്ട് താളം പിടിച്ചു. അതിനുശേഷം വിജയഭാവത്തോടെ ഭീമന്റെ മുഖത്തു നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ദുര്യോധനന്റെ ഈ പ്രവൃത്തി കണ്ട് ഭീമസേനൻ ക്രോധം കൊണ്ട് ജ്വലിച്ചു. കണ്ണുകൾ ചുവന്ന് ഭീമൻ ഇടിവെട്ടും പോലുള്ള ശബ്ദത്തിൽ ഗർജിച്ചു. എടാ ദുര്യോധന, യുദ്ധത്തിൽ നിന്റെ തുട ഞാൻ എൻ്റെ ഗദ കൊണ്ട് അടിച്ചുടയ്ക്കും. ഭീമന്റെ ഈ പ്രതിജ്ഞ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. ഈ സമയത്ത് ഹസ്തിനപുരിയിൽ പല വിധത്തിലുള്ള ദുശ്ശകുനങ്ങളും കാണാനിടയായി. കുറുക്കന്മാർ ഓരിയിടുകയും കഴുതകൾ കരയുകയും ചെയ്തു. കഴുകന്മാർ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നു. എന്തൊക്കെയോ ദുരന്തങ്ങൾ സമാഗതമായെന്ന് എല്ലാവർക്കും തോന്നി.